എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നിങ്ങൾ വായിച്ച തംബ്നെയിൽ അല്ല ടൈറ്റിൽ യഥാർത്ഥമാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത് പാങ്ങപ്പാറയ്ക്ക് അടുത്താണ് ഈ സ്ഥലം. അവിടെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ആ വഴി കൂടെ ഇങ്ങനെ കയറി വരാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവഴി വരുന്നത്. ഇത്രയും നല്ലൊരു സ്പോട്ട് ഇവിടെ ഉള്ള കാര്യം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത് തന്നെ. സൂപ്പർ സ്ഥലമല്ലേ? ഓക്കെ, നമ്മൾ ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് 50 മുതൽ 100 കിലോമീറ്റർ വരെ ഓട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് 2 സംതിങ് ആയപ്പം ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയായിരുന്നു. അത് എവിടെയെന്ന് പറയുന്നില്ല. ഒരു ഭാരത് പെട്രോളിയം അവിടെയാണ് ഞാൻ ഇത് പെട്രോൾ അടിക്കാൻ കയറി. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം അറിയാമായിരിക്കും. ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയൊരു ഭാരത് പെട്രോളിയം അവിടെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം പെട്രോൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ അവിടെ അടിക്കാൻ കയറി. ഒരു 500 രൂപയ്ക്ക് ഞാൻ ഒരു റീല് കണ്ടായിരുന്നു. ഭാരത് പെട്രോളിയത്തിലൊക്കെ 500 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുമ്പം എന്തോ എക്സ്ട്രാ 10 രൂപ കണ്ട് കിട്ടുമെന്നൊക്കെ, 10 രൂപയുടെ പെട്രോൾ കൂടെ കിട്ടുമെന്നൊക്കെ അത് കേട്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ ഇന്നലത്തെ എക്സ്പീരിയൻസിൽ അത് എല്ലാ ഭാരത് പെട്രോളിയത്തിലും കിട്ടുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നലെ എൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഞാൻ കയറിയായിരുന്നു. 500 രൂപയ്ക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഇന്ന് ഒരു ചേച്ചിയാണെങ്കിൽ 500 രൂപയുടെ പെട്രോളിന് പകരം ഡീസലെടുത്ത് ഒഴിച്ചു തന്ന്. പക്ഷേ ഇത് അവർ ഒഴിക്കുന്നതിന് മുമ്പ് അവർ ശ്രദ്ധിക്കാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 5 രൂപയുടെ ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ടാണ് പെട്ടെന്നെടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് പെട്രോൾ വെളിയിലോട്ട് പോയി, പെട്രോളല്ല കുറച്ച് ഡീസൽ വെളിയിലോട്ട് പോയി. അപ്പോൾ ഒരു 1-2 മില്ലി ലിറ്റർ അങ്ങോട്ട് എൻ്റെ ടാങ്കിൽ വീണിട്ടുണ്ടായിരുന്നുള്ളൂ. ടാങ്കിൽ ഓൾറെഡി ഒരു 5-6 ലിറ്റർ 2-2.5 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് വീട് അതിനകത്ത് കുറച്ച് വീടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നാമത് ധൃതിയിലും കൂടെ ആയിരുന്നത് കൊണ്ട് ഭാഗ്യത്തിന് അവർ പെട്ടെന്ന് എടുത്ത് മാറ്റി. ഡീസലാണെന്ന് അവർ തന്നെ ഓർത്ത് പെട്ടെന്ന് എടുത്ത് മാറ്റി. ഇല്ലായിരുന്നേ അടിച്ചിട്ട് ഞാൻ പൈസ അടച്ച് പോയിരുന്നെങ്കിൽ എൻ്റെ വണ്ടി വഴി കിടന്നേരാം. എന്തോ ഭാഗ്യത്തിന് അവർ തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, അത് കുറച്ചൊരു റിസ്ക് ഇട്ടാണ്. അത് ഇത്ര ഇൻഡിക്കേറ്റർ ഇട്ടാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും അവർ 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് എന്നെ പറഞ്ഞു വിടാത്തത് ഭാഗ്യം. വിട്ടിരുന്നെങ്കിൽ ഞാൻ റോഡിൽ കിടന്നു തരാം. ഏറ്റവും വിറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇത് പെട്രോൾ ഇതിനകത്ത് കിടന്ന ഡീസലും കൂടെ മിക്സായി കിടന്നത് ക്ലീൻ അവിടെ വെച്ച് തന്നെ അവർ ഊറ്റി കളഞ്ഞായിരുന്നു. മെഷീനൊക്കെ വെച്ച് കംപ്രസ് ചെയ്ത് എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ആ ഇടയിൽ വേറെ ഒരാൾ വന്ന് പറയുന്നു, ഇന്നലെയോ മെനഞ്ഞോ കണ്ട് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നത്, ഏതൊരു വെള്ളിയാഴ്ച പെട്രോൾ അടിക്കാൻ വന്നതാണ്. പക്ഷേ പെട്രോളിന് പകരം ഡീസൽ അടിച്ച് കൊടുത്ത് അങ്ങനെ ഓട്ടിച്ച് കുറേ കഴിഞ്ഞപ്പം അവരുടെ ഒരു ആക്റ്റീവയുടെ വണ്ടിയാണ്, ആ വണ്ടി റോഡിൽ കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇത് വർഷത്തിൽ പണി 7000 സംതിങ് രൂപയുടെ പണിയുണ്ട്. ഇന്നലെ ആ കറക്റ്റ് ടൈമിൽ ഒന്ന് നോക്കിക്കോളെ. എൻ്റെ വണ്ടിയിൽ ഡീസൽ ഒഴിച്ച് അവസാനം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ആ ടൈമിൽ തന്നെ ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ് ഇന്നലെ. പക്ഷെ അവിടുത്തെ മാനേജർ നല്ല പ്രൊഫഷണലാണ് കേട്ടോ. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല പ്രൊഫഷണലിസം. പുതുതായിട്ട് തുടങ്ങിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷെ നല്ല പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. മാന്യമായിട്ട് തന്നെ പെരുമാറി. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഏക്കാന്ന് പറഞ്ഞു അവിടെ ഈ കംപ്ലൈൻ്റായിട്ട് ആക്റ്റീവയുടെ ഇതില്ലേ, ആക്റ്റീവയുടെ ഡീസൽ വെച്ചിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പിന്നെ നമുക്ക് പറച്ചിൽ മാത്രം പോരല്ലോ, നമുക്ക് വീഡിയോ എവിഡൻസ് കൂടെ വേണ്ട. അങ്ങനെ ഞാൻ കുറേ വീഡിയോ എവിഡൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ അവിടുത്തെ മാനേജറിൻ്റെ ആൾക്കാരുടെ ഫേസൊന്നും ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ഇത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ചിട്ടൊക്കെ ഇന്നലെ ഉച്ചയ്ക്കാണ്
ഇത് ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അത് പരിഹരിച്ചു. ഇപ്പോൾ വണ്ടിക്കൊന്നും അത്ര പ്രശ്നമില്ല. ഇടയ്ക്ക് വെച്ച് ഒരു തവണയെങ്ങാണ്ട് എന്തോ നിൽക്കും പോലെ എനിക്ക് തോന്നി. അത് ഈ വണ്ടിയുടെ പ്രോബ്ലം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു പ്രശ്നവും വരത്തില്ല എന്ന് വിശ്വസിക്കും. ഇന്നലെ ഭാഗ്യത്തിന് ഓണാക്കിയൊന്നുമില്ല. കുറച്ച് ഡീസലല്ലേ വീണല്ലോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അത് ക്ലീനാക്കി അവർ തന്നെ. ഇതിനകത്ത് ഓൾറെഡി 2 ലിറ്റർ പെട്രോൾ, 2-2.5 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവർ ഒരു 4 ലിറ്റർ ഒഴിച്ച് തന്നായിരുന്നു. സോ 2 ലിറ്റർ ഇതിനകത്ത് കടന്നതും പിന്നെ 2 ലിറ്റർ എക്സ്ട്രാ കോമ്പൻസേഷനായിട്ട് അവർ തന്നായിരുന്നു. സോ അവിടെ നല്ല പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇടപഴകുന്ന രീതിയും പിന്നെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വിട്ടു. അങ്ങനെ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അത്ര സീനൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. പ്രൊഫഷണലിസം ഇതൊക്കെയാണ്. നല്ല മാന്യമായിട്ട് ഇടപഴകി പറയുന്നതും അതേപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിടുന്നതും അത് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാം. സോ ആ പമ്പിൽ ഞാൻ ഇനിയും കയറും. ബട്ട് ഇപ്പോൾ കയറുന്നില്ല. ഇപ്പം ഞാൻ ആ സാഹചര്യത്തിൽ അതുവഴി പോകുന്നെങ്കിൽ കയറും. എന്തായാലും ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. കാരണം അറിയാമല്ലോ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നല്ല പ്രൊഫഷണലിസം ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം കുറ്റമൊന്നും പറയേണ്ടി വരത്തില്ല. വണ്ടിക്ക് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. സോ അപ്പോൾ തന്നെ ഇത് എല്ലായിടത്തും കളഞ്ഞത് കൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒഴിച്ചപ്പോൾ അവിടുത്തെ അവരുടെ നല്ല ട്രെയിനിങ് കൊടുത്ത് നിർത്തിയേക്കുന്ന ആൾക്കാരെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഇപ്പോൾ 2ാമത്തെ മിസ്റ്റേക്കാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കേൾക്കുന്നത്. സോ ഇനി ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ടാവത്തില്ല എന്ന് വിശ്വസിക്കാം. സോ അപ്പം അത്രയൊക്കെ തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം പരിഹരിച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. സോ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്ത നമ്മുടെ എക്സ്ട്രീമിൻ്റെ അപ്ഡേറ്റ് അത് ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ എന്തായാലും അങ്ങോട്ട് ചിലവരൊക്കെ പറയുന്നത്, കമൻറ്റിൽ പറയുന്നത് ഈ വണ്ടി കൊടുക്കണ്ട എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് അത് പറ്റത്തില്ല കേട്ടോ. 2 വണ്ടി കൂടെ മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഷുറൻസ്, വർഷം തോറും ഇൻഷുറൻസും PUC എടുക്കണം. PUC എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും എടുക്കണം. സോ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സർവീസും എല്ലാം കൂടെ എനിക്ക് 2 വണ്ടി ഇപ്പം 2 ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇതില്ല. ഇതിൻ്റെ CC ആദ്യം അടച്ചു തീർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാമായിരുന്നു. പക്ഷേ ഇത് 1 വർഷം 1.5 വർഷം ആവാൻ പോണതേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് അല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. കാരണം എനിക്ക് മറ്റ് എക്സ്ട്രീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഉപകാരമുള്ള ഒരു വണ്ടി കൂടെയാണ്. ആവറേജും എല്ലാം സ്പെസിഫിക്കായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിലായിട്ട് കാണിക്കുന്നൊരു മീറ്ററാണ്. സോ എനിക്ക് ആ വണ്ടിയുടെ ആവശ്യമുള്ളത് കൊണ്ടും അതിനകത്ത് ആവറേജ് എത്ര കിട്ടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എനിക്ക്. സോ അതുകൊണ്ട് ആ മോഡ്സിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ക്രൂയിസിലും വലിയ താല്പര്യമില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എത്രയാണ് കേരളയിലെ പ്രൈസ് എന്ന് ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. സോ എന്തായാലും അറിഞ്ഞ ഉടനെ ഞാൻ വീഡിയോ കൊണ്ടുവരാം. എന്തായാലും ടെസ്റ്റ് റൈഡിന് നോക്കട്ടെ. എല്ലാ ഷോറൂമിലും വിളിച്ച് ചോദിക്കണം. ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. സോ എന്തായാലും വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ട്. നടക്കെന്തിരിയാണോ കിടന്ന് ഉറങ്ങണം വണ്ടി വരില്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആ വീഡിയോയുടെ അപ്ഡേറ്റ് ആയിട്ട് വരാം. ഡീസൽ ഒഴിച്ചാൽ വലിയ സീനൊന്നുമില്ല. എല്ലാം നമുക്ക് പരിഹരിച്ച് വിട്ടിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് അടുത്ത എക്സ്ട്രീമിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ടെസ്റ്റ് റൈഡിൻ്റെ വീഡിയോ ഇട്ടാന്ന് കാണാം. ബൈ ബൈ.